ഉണ്ടോ? ആയിഷ ബീവിക്ക് പ്രശ്നമില്ലെങ്കിൽ എന്തിനാ കൂട്ടരെ നിങ്ങൾ പ്രശ്നമാക്കുന്നത്? ആയിഷ ബീവിക്ക് അത് പ്രശ്നമായില്ലല്ലോ. അത് മാത്രമല്ല, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ് നബി തങ്ങളുടെ ഭാര്യമാരിൽ ചെറുപ്പക്കാരിയായിരുന്നവർ, ഏക കന്യകയായിരുന്നവർ. ബാക്കിയുള്ളവരൊക്കെ വിവാഹം ചെയ്തവരാണ് മുമ്പ്. ഇൻഷാ അല്ലാഹ് വഴി അതിന്റെ ഓരോ ഉമ്മുൽ മുഅ്മിനീന്റെയും ചരിത്രം ഞാൻ പറയുന്നുണ്ട്, സമയം അനുവദിക്കുകയാണെങ്കിൽ. ആയിഷ റളിയല്ലാഹു അൻഹ മാത്രമാണ് അതിൽ ബിക്ർ, മുമ്പ് കല്യാണം കഴിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ പ്രായപൂർത്തി ആകുന്നതിന്റെ മുമ്പേ വിവാഹ ആലോചനയും നിക്കാഹും ചെയ്യാമെന്നും, എന്നാൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അവർക്ക് ശാരീരികമായ പക്വത വന്നതിന്റെ ശേഷമായിരിക്കണമെന്ന് ഇസ്ലാമിന് നിഷ്കർഷയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന ജീവിതത്തിലാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ താമസിക്കുന്നത്. ബീവി റളിയല്ലാഹു അൻഹ അതിനെ സംബന്ധിച്ച് പറയാ, എന്റെ റസൂൽ എനിക്ക് വേണം. ഇതാ ആയിഷ ബീവിയുടെ നിലപാട്. ആയിഷ ബീവിക്ക് തോന്നിയോ നബി തങ്ങളെ സംബന്ധിച്ച് അങ്ങനെ? നബി തങ്ങളുടെ 52ാമത്തെ വയസ്സിൽ അവിടെ മുതലാണ് ബാക്കി എല്ലാ ഭാര്യമാരെയും അവിടെ നിന്ന് വിവാഹം ചെയ്യുന്നത്. 52 വയസ്സുവരെ നബി തങ്ങൾക്ക് എന്തേ അതിന്റെ മുമ്പ് അങ്ങനെ ഒരു വൈകാരികമായ ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ തങ്ങൾക്ക് വിവാഹം ചെയ്തൂടെ? അതിന്റെ മുമ്പ് ഖദീജ ബീവിയെ വിവാഹം ചെയ്യുന്ന മുമ്പ് തന്നെ ബീവിയെ പോലെ തന്നെ എത്രയോ സമ്പന്നരായ മഹദിമാർ മക്കയിലുണ്ട്, മുഹാജിറുകളിലുണ്ട്, മക്കയിലെ ഖുറൈശികളിലുണ്ട്. നബി തങ്ങൾ ഇതിന് പോയോ? ഇല്ല, തങ്ങളുടെ ലക്ഷ്യം അതായിരുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, ഇത് അള്ളാഹുവിന്റെ ദൂതരാണ്. അള്ളാഹു പറയുന്നതേ ആ നബി തങ്ങൾക്ക് ചെയ്യാൻ കഴിയൂ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിലേക്ക് വരാം. നബി തങ്ങളുടെ പ്രപ്പോസൽ ഖൗല ബീവി റളിയല്ലാഹു അൻഹ സിദ്ദീഖ് തങ്ങളെ എത്തിക്കുകയാണ്. സിദ്ദീഖ് എന്നവരെ നബി തങ്ങൾ അങ്ങയുടെ മോളെ വിവാഹം ചെയ്യാൻ സമ്മതം മൂളുന്നു, നബി തങ്ങൾക്ക് ഇഷ്ടമാണ്. അത് മാത്രമല്ല, അതാനി ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് ആയിഷ ബീവിയെ കാണിച്ചു തന്നുവെന്നും അവരെ വിവാഹം ചെയ്യണമെന്ന് നബി തങ്ങൾ എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞുവെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി അഭിമാനത്തോടെ പറയാറുണ്ട്, എന്നെ വിവാഹം ചെയ്തത് അള്ളാഹുവിന്റെ കൽപ്പനയാലാണ്. സൈനബ് റളിയല്ലാഹു അൻഹയും അങ്ങനെ പറയാറുണ്ട്. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ അഭിമാനത്തോടുകൂടെയാണ് സ്വീകരിച്ചത്. നബി തങ്ങൾ വിവാഹം ചെയ്യുന്ന ആ സമയം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു ഖൗല ബീവി നബി തങ്ങളുടെ ഈ പ്രപ്പോസലിനെ കുറിച്ച്. സിദ്ദീഖ് തങ്ങൾ എന്താ പറഞ്ഞത്? നിൽക്കണേ, എന്റെ മോളെ വേറൊരു പുതിയാപ്പിള ഇപ്പം അന്വേഷിച്ചു പോയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് അവരിൽ നിന്ന് വിവാഹമോചനം നിശ്ചയിച്ചിട്ടേ ഉള്ളൂ. നിക്കാഹോ കാര്യങ്ങളോ അന്നത്തെ ചടങ്ങുകളോ ഒന്നും നടന്നിട്ടില്ല. എന്നാൽ തന്നെയും അവരിൽ നിന്ന് വേർപെടുത്തിയിട്ടാവണം ഞാൻ ഉടനെ പോകാം, ഇവരെക്കാളൊക്കെ നല്ലത് എന്റെ നിബിധങ്ങൾ തന്നെയാണല്ലോ, എന്നാലും ആ പുതിയാപ്പിളയോടൊന്ന് സമ്മതം വാങ്ങണ്ടയോ എന്ന് പറഞ്ഞ് ഓടുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു തആല. എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? ആ പ്രായത്തിൽ ആയിഷ ബീവി വിവാഹം ചെയ്യാൻ വേറെയും ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നർത്ഥം. സിദ്ദീഖ് തങ്ങൾ ഓടിച്ചെന്നു. നോക്കുമ്പോ വിവാഹം ചെയ്യാൻ വന്ന പ്രതിഷ്ഠിത വരനും വാപ്പയും രണ്ടുപേരും കള്ളുകുടിച്ച് കിടക്കുകയാണ് നിലത്ത്. അപ്പോഴാ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്, യാ അല്ലാഹ്, ഇവർ രണ്ടുപേരെക്കാളും അള്ളാന്റെ റസൂലാണ് എന്റെ മോൾക്കുത്തമം, അവരോട് എന്റെ മോളുടെ വിവാഹം മുടക്കുകയാണെന്ന് പറഞ്ഞ് വിവാഹമോചനം ചെയ്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയാണ് ഉണ്ടായത് ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയെ. അങ്ങനെയാണ് ആയിഷ ബീവിയുടെ വിവാഹം നടക്കുന്നത് റളിയല്ലാഹു തആല അൻഹ. തങ്ങളുടെ വഫാത്തിന്റെ ശേഷം 42 വർഷം ജീവിച്ചു ആയിഷ റളിയല്ലാഹു അൻഹ. 60ാമത്തെ വയസ്സിലാണ് അവർ വഫാത്താകുന്നത്. ആ 42 വർഷം ആയിരക്കണക്കിന് ഹദീസുകൾ സ്വഹാബികൾക്കും താബിഈങ്ങൾക്കും അതാഉദങ്ങളെ പോലെയുള്ള ആളുകൾ, സ്വഹാബികൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ ഒരുപാട് ഹദീസുകൾ പഠിച്ചെടുത്തത് ആരിൽ നിന്നാണ്? ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നാണ്. നബിയുടെ കുടുംബജീവിതം ആയിഷ ബീവി പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നബി തങ്ങൾ വിവാഹം ചെയ്തത് എന്തിനായിരുന്നുവെന്ന് 1-2 സംഭവങ്ങൾ കൂടെ നാം പറയാം. ആയിഷ ബീവി നബി തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു, ശരിയാണ്. കാരണം ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരന്റെ മോളാണവർ, ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. നബി തങ്ങളുടെ കൂടെ ജീവിച്ച ഒരു രാത്രിയിൽ ആയിഷ ബീവി പറയുന്നു, ഞാൻ എന്റെ ബെഡിൽ എന്റെ നബിയെ ഒന്ന് തപ്പി നോക്കി, എന്റെ റസൂലുണ്ടോ? നബിക്ക് സഹഭാര്യമാരുണ്ടാകുമ്പോ സ്വാഭാവികമായും ഒരു പെണ്ണിന് തോന്നുന്ന തോന്നൽ, നബി തങ്ങളെ എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചവരെ ആയിഷ റളിയല്ലാഹു തആല അൻഹ. ആയിഷ ബീവിക്ക് തോന്നിയിട്ടില്ല ഞാൻ കുടുങ്ങിപ്പോയതാണല്ലോ എന്ന്. ആയിഷ ബീവിക്ക് നബി ഫുൾ ടൈം നബി ആയിഷ ബീവിയുടെ കൂടെ വേണം, വേറെ ആരുടെ കൂടെയും പോയിക്കൂടാ. ഞാൻ നബിയെ തപ്പി നോക്കി, എന്റെ ബെഡിൽ നബിയെ കാണുന്നില്ല. ഞാൻ ഒന്നുകൂടെ അങ്ങ് തപ്പി നോക്കിയപ്പോൾ നബി തങ്ങളുടെ കാലിൽ എന്റെ കൈ തട്ടുകയുണ്ടായി. നബി തങ്ങളപ്പോൾ സുജൂദിലാണ്. നബി തങ്ങൾ സുജൂദിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, ഖൽബുകളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ അടിയുറപ്പിച്ചു തരണമേ എന്ന് നബി തങ്ങൾ ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടു എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. നബി തങ്ങൾ എഴുന്നേറ്റപ്പോ ആ സുജൂദ് ചെയ്ത മണ്ണ് ഞാനും
തപ്പി നോക്കുമ്പോ അതൊക്കെ നനഞ്ഞിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ നിസ്കാരം കഴിഞ്ഞപ്പോ പാതിരാത്രിയിൽ നിസ്കാരത്തിലെ നിബിതങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ അങ്ങ് അള്ളാഹുവിന്റെ കൂടെയാണ്. ഞാൻ എന്നെപ്പറ്റി ആലോചിക്കുകയാണ്, എന്റെ ഓരോരോ ചിന്തകളെ. ഞാൻ അങ്ങയെപ്പറ്റി മറ്റെന്തോ വിചാരിച്ചു. അങ്ങ് എന്നെ ഉപേക്ഷിച്ച് അങ്ങയുടെ മറ്റു ഭാര്യമാരുടെ വീട്ടിലേക്ക് പോയോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അങ്ങ് അള്ളാഹുവിന്റെ കൂടെയാണ്. ഞാൻ ചിന്തിക്കുന്നതൊന്നു വേറെ, അങ്ങ് ചിന്തിക്കുന്നൊന്നു വേറെ നബിയെ എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. അന്നൊരിക്കെ ഷഅബാനിലായിരുന്നു, ബറാഅത്തിന്റെ രാവിലായിരുന്നുവെന്ന് ചില റിവായത്തുകളിൽ ഉദ്ധരണികളിൽ കാണാൻ കഴിയും. നബി തങ്ങളുടെ സംബന്ധിച്ച് ആയിഷ ബീവി പറയാ, ഞാൻ എന്റെ റസൂലിനെ റൂമിൽ ഒന്നും കാണുന്നില്ല. ഞാനങ്ങ് വിഷമിച്ചു പോയി. ഞാനങ്ങ് മെല്ലെ വാതിൽ തുറന്നു. ഓരോരോ വീടുകളിലും ചെന്ന് നോക്കി. വാതിൽക്കൽ നബി തങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. തൊട്ടടുത്ത വീടുകൾ, ഇന്നത്തെ മദീന പള്ളി ഇന്ന് നിലകൊള്ളുന്ന പ്രധാന പല ഭാഗങ്ങളും നബി തങ്ങളുടെ ഉമ്മഹാത്തിന്റെ ഹുജുറാത്തുകളായിരുന്നു. ഒരു റൂം, അതാണ് അന്നത്തെ വീട്, ഒറ്റമുറി. അതിലാണ് കിച്ചണും ബെഡ്റൂമും ലിവിംഗ് റൂമും എല്ലാം. അതാ ഒരു റൂം, ഹുജുറാത്ത്. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്തി അക്സറുഹും ലാ യഅഖിലൂൻ എന്ന് അല്ലാഹു പറഞ്ഞ ഹുജുറാത്ത് റൂമുകളാണ്. ആയിഷ ബീവി പറയെ, ഞാൻ അവിടെ നിന്ന് നബി തങ്ങളില്ല. ഞാനിങ്ങനെ നോക്കുമ്പോ അങ്ങ് ദൂരെ ഒരാളിങ്ങ് നിൽക്കുന്നത് കാണുന്നു. എനിക്ക് തോന്നിയത് നബിയാണെന്ന്. നോക്കുമ്പോൾ എവിടെയാണ്? മദീന പള്ളിയുടെ തൊട്ടപ്പുറത്തുള്ള ജന്നത്തുൽ ബഖീഅ എന്ന സ്വഹാബിമാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർസ്ഥാൻ. അവിടെയാണ് മുത്തുനബി തങ്ങൾ നിൽക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ, ഞാൻ പിന്നാലെ ചെന്നു. ചെറിയ ഇരുട്ടുണ്ട്. ഞാൻ അവിടെ ഇങ്ങനെ നിന്നു. നബി തങ്ങൾ നോക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് ആ രാത്രിയിൽ കൈയുയർത്തി ദുആ ചെയ്യുകയാണ്. മരിച്ചുപോയ സ്വഹാബികൾക്ക് വേണ്ടി, അനുചരന്മാർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. നബി തങ്ങൾ ദുആ നിർത്തുന്നവരെ ഞാൻ അവിടെ തന്നെ കാത്തുനിന്നു, നബി എങ്ങോട്ടും പോവണ്ട എന്ന് വിചാരിച്ചിട്ട്. നബി തങ്ങൾ കൈ താഴ്ത്തിയതും ഞാൻ ഒരൊറ്റ ഓട്ടമോടി വീട്ടിലേക്ക്. ആ ഇരുട്ടത്ത് നബി എന്നെ കണ്ടെന്ന് എനിക്ക് പിന്നെയാ മനസ്സിലായത്. ഞാൻ വീട്ടിലേക്ക് കയറി ചെന്നു. നേരെ പുതപ്പെട്ട ഒരൊറ്റ കടത്തം. നബി തങ്ങൾ റൂമിലേക്ക് വന്നു. ആയിഷ, എന്താണ് വല്ലാണ്ട് കിടക്കുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കാര്യം പറഞ്ഞെടുത്തു നബിയെ, ഇന്നതാണ്. അമാ ഖിഫ്തി അൻ യഹീഫ അല്ലാഹു അലൈകി വറസൂലുഹു. ആയിഷ, അല്ലാഹുവും അവന്റെ റസൂലും അങ്ങയോട് അനീതി കാണിക്കുമെന്ന് അങ്ങേക്ക് തോന്നിയോ എന്ന് ആയിഷ ബീവിയോട് റളിയല്ലാഹു തആല അൻഹ. അമാ ഖിഫ്തി, അങ്ങ് പേടിക്കുകയാണോ അല്ലാഹുവും റസൂലും അങ്ങയോട് അനീതി കാണിക്കുമെന്ന്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ലാ യാ റസൂലല്ലാഹ്, ഇല്ല നബിയെ. അതായിരുന്നു റസൂലും ആയിഷ ബീവിയും റളിയല്ലാഹു തങ്ങളുടെ ജീവിതം. അങ്ങനെയാണ് നബി തങ്ങളുടെ ജീവിതം. മറ്റൊന്നായിരുന്നു അതിന്റെ ലക്ഷ്യമെങ്കിൽ, ശത്രുക്കൾ പറയുന്ന പോലെ അതായിരുന്നുവെങ്കിൽ അത് ഈ 52 വയസ്സിന് മുമ്പ് ആകാമായിരുന്നില്ലേ? 52 വയസ്സായപ്പോഴാണോ നബി തങ്ങൾക്ക് ഈ വികാരം ഉണർന്നത്? മഅദല്ലാഹ് വഹാശാ ലില്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ, അന്നൊരിക്കൽ വീണ്ടൊരു സംഭവം ഉണ്ടായി. മറ്റൊരിക്കൽ ഞാൻ എന്റെ നബിയെ എന്റെ റൂമിൽ ഇങ്ങനെ തപ്പി നോക്കി. അതിനർത്ഥം എന്താ? നബിയുടെ കൂടെ കഴിയാൻ അത്രക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ചെറുപ്പക്കാരിയായ ഭാര്യയായിരുന്നു ആയിഷ റളിയല്ലാഹു തആല അൻഹ. നബിയെ മറ്റാരും കൊണ്ടുപോകരുത്, എന്റെ റസൂലിനെ എനിക്ക് വേണം, അതാണ് ചിന്ത. അതുകൊണ്ടാണ് ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ ഒരൽപ്പം ഹരീസ ഉണ്ടാക്കി കൊടുത്തയച്ചപ്പോ വീട്ടിലുള്ള വേലക്കാരിയോട് ആയിഷ ബീവി പറഞ്ഞത്, ആ പാത്രം എത്തുമ്പോഴേക്കും തട്ടിക്കളയണേ. എന്റെ വീട്ടിൽ ഞാൻ ഉണ്ടായിരിക്കെ എന്റെ റസൂലിന് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോ എന്തിനാ നബി തങ്ങൾക്ക് ഹഫ്സ ബീവി ഉണ്ടാക്കി കൊടുക്കുന്നത്? തന്റെ നബി തങ്ങളുടെ ഭാര്യയായ ഹഫ്സ ബീവി കൊണ്ടുവന്ന ഭക്ഷണം തട്ടിക്കളയാൻ പറഞ്ഞു ആയിഷ റളിയല്ലാഹു അൻഹ. പറഞ്ഞതനുസരിച്ച് ഖാദിമത്ത് ചെയ്യുകയും ചെയ്തു. പാത്രങ്ങ് താഴെ വീണു. നബി തങ്ങൾ ആ ഭക്ഷണം ഇങ്ങനെ വടിച്ചെടുത്തിട്ട് പറഞ്ഞു, ഗാറത്ത് ഉമ്മുക്കും, നിങ്ങളുടെ ഉമ്മാക്ക് ദേഷ്യം വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ഉമ്മ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഉമ്മ ദേഷ്യം പിടിച്ചു. ആരായി ഉമ്മ എന്ന് പറഞ്ഞാന്നറിയോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, ഉമ്മുൽ മുഅ്മിനീനല്ലേ. ആയിഷ ബീവിക്ക് ഉമ്മാക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട്, ഒന്നും വിചാരിക്കണ്ട എന്ന് പറഞ്ഞ ആ ഭക്ഷണം താഴെ നിന്ന് വടിച്ചെടുക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആയിഷ ബീവി നബിയെ കണ്ടത് റളിയല്ലാഹു. പിന്നെന്തിനാണ് ആയിഷ ബീവിക്കില്ലാത്ത പരിഭവം? എന്തിനാ നാട്ടുകാർക്ക്? ആയിഷ ബീവിക്കില്ലാത്ത വിഷമം എന്തിനാ മറ്റുള്ളവർക്ക്? ആയിഷ ബീവി അഭിമാനത്തിലാണ് നബി തങ്ങളുടെ കൂടെ ജീവിച്ചത്, അഭിമാനത്തിലാണ്. മഹദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വീണ്ടും ഒരിക്കൽ നബി തങ്ങളെ തപ്പി നോക്കിയിട്ടുണ്ട്. എന്റെ റൂമിൽ കാണാതെ വന്നപ്പോ ഞാൻ എങ്ങനെ തപ്പി നോക്കി, ഉറക്കത്തിന്റെ ഇരുട്ടിൽ, ആ രാവിന്റെ ഇരുട്ടിൽ ഞാൻ തപ്പി നോക്കി. എന്റെ കൈ നബിയുടെ മുഖത്തേക്ക് എത്തിയപ്പോ നബി തങ്ങൾ ഉണർന്നു. നബി തങ്ങൾ ഉറക്കത്തിലായിരുന്നു. എന്നോട് ചോദിച്ചു, ആയിഷ, അമാ ജാഅകി ശൈത്വാനുകി, നിങ്ങളുടെ പിശാച് നിങ്ങളുടെ അടുത്ത് വന്നല്ലേ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഞാനിവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ടുണ്ട്, നിങ്ങൾക്ക് തോന്നിയല്ലേ? അമാ ജാഅകി ശൈത്വാനുകി, നിങ്ങളുടെ പിശാച് നിങ്ങളുടെ അടുത്ത് വന്നല്ലേ ആയിഷ?
അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉറക്കത്ത് തന്നെ അങ്ങോട്ടും ചോദിച്ചു, അമാലക ശൈത്താൻ, നിങ്ങൾക്ക് ശൈത്താനൊന്നും ഇല്ല നബിയേ? ബല വലാകിന്നഹു അസ്ലം, ഉണ്ട് ആയിഷ, പക്ഷെ എന്റെ ശൈത്താൻ മുസ്ലിമാണ്. എന്നാ ഉറങ്ങല്ലേ? ആ ഉറങ്ങാന്ന് പറഞ്ഞവർ ഉറങ്ങുകയും ചെയ്തു. എന്തൊരു മനോഹരമായ ജീവിതം! ഇതായിരുന്നു നബി തങ്ങളും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തമ്മിലുള്ള ജീവിതം. അങ്ങനെയായിരുന്നു. അവരാണ് ഓട്ട മത്സരം നടത്തിയത്. ആ കുടുംബ ജീവിതം വളരെ മനോഹരമായിരുന്നു. ആയിഷ റളിയല്ലാഹു തന്നെ അഭിമാനം പറയുമായിരുന്നു, എന്റെ മടിയിൽ തലവെച്ചുകൊണ്ട നബി തങ്ങൾ ലോകത്തോട് യാത്ര പറഞ്ഞത്. എന്റെ മടിയിലായിരുന്നു മുത്തുനബി തങ്ങൾ. അത് മാത്രമല്ല, അള്ളാഹുവിന്റെ ഹബീബ് ഈ ലോകത്ത് നിന്ന് ഏതെങ്കിലും അവസാനമായി രുചിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ ഉമിനീരാണെന്നും ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ തങ്ങൾ വഫാത്താകാൻ കിടക്കുമ്പോ ആയിഷ ബീവിയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ ബിൻ അബീ